പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ കൈകളെ പിടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ സഞ്ചാരം ആരംഭിക്കുകയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലൂടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, മരണത്തോട് കീഴ്വഴങ്ങിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചവനെ, നിൻ്റെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇന്നത്തെ ദിവസം നിൻ്റെ സ്നേഹം തിരിച്ചറിയാനുള്ള പുതിയ മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഭവങ്ങളിലൂടെ അങ്ങേ അറിയുവാനും ആ അനുഭവത്തിൻ്റെ ബോധ്യത ജീവിക്കുവാനും ബോധ്യത്തിൻ്റെ സാക്ഷ്യത്തിൽ കർത്താവെ നിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായി ഈ ഭൂമി പരിരസിക്കുവാൻ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, അനേകം മക്കളെ കണ്ണുനീരോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, മുടി കൊഴിഞ്ഞു പോകുന്നവരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇതൊന്നും ചിന്തിക്കപ്പോലും ഇല്ലായിരുന്ന സമയത്ത് ഞാനത് കാണുന്നുണ്ട്. കർത്താവ്, അത് കീമോ എടുത്തവരായാലും ശരി, അല്ലാതെ തന്നെ പ്രായാധിക്യത്താലും അല്ലെങ്കിൽ അകാല വാർദ്ധക്യത്താലും മുടി കൊഴിയുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ളവരെല്ലാം കുറച്ച് നാണിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണം ഒത്തുവരാത്തവരുണ്ട്. അങ്ങനെ മനസ്സിന് സങ്കടമുള്ളവരുണ്ട് ഈശോ. അവരെല്ലാം നീ സ്പർശിക്കണമേ. അവരുടെ സങ്കടങ്ങൾ കർത്താവ് നീ പരിഹരിക്കണമേ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത മക്കൾ, വിവാഹത്തിന് കാലമായിട്ടും കാലം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കിട്ടാനോ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങാത്ത കുടുംബങ്ങളെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനവും ഇല്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ പഠിക്കാത്തവരുണ്ട് ഈശോയെ, ഹൈപ്പർ ആക്ടിവിറ്റികളുണ്ട് ഈശോയെ, ഒട്ടിസം ഉള്ളവരുണ്ട് ഈശോയെ, മക്കൾ കൊണ്ട് പൊറുതിമുട്ടിട്ട് ജീവിക്കാൻ പറ്റാതെ പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിരിക്കുന്ന മക്കൾ കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, ഇവർ ജനിക്കാതിരുന്നെങ്കിൽ
വെള്ളമെടുത്തും ചത്തുപോയെന്നെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് പ്രായിപ്പോകുന്ന രീതിയിൽ ജീവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ തൊടണമേ, നിൻ്റെ തിരുരക്തത്തിൽ അവരെ കഴുകണമേ കർത്താവെ. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ കർത്താവ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിപ്പെട്ടിരിക്കുന്ന മക്കളുടെ ആന്തരിക അവബോധ മനസ്സുകളെയും ആന്തരിക ശീലങ്ങളെ കർത്താവ് നീ കഴുകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ എല്ലാവിധ പൈശാചിക തിന്മകളും ദുശ്ശീലങ്ങളും എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കേസിൽ അകപ്പെട്ട പോയ കുടുംബങ്ങൾ, പോസ്കോയിൽ അകപ്പെട്ടു പോയ കുടുംബങ്ങൾ, കള്ളക്കേസിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെന്ന് കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കർത്താവ് സമാധാനത്തോടെ ജീവിക്കാനും ആ ജീവിതത്തിലേക്ക് പുതുജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അങ്ങേക്ക് കഴിയും കർത്താവ്. അതിന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതുപോലെ സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്കുണ്ടായിരുന്ന അപമാനങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുകയും കർത്താവ് അവർ സമാധാനത്തോടെയും വിശുദ്ധിയോടെയും ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പരിശുദ്ധമ ദേവമാതാവെ അങ്ങനെയുള്ള കുടുംബങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരുടെ കലഹത്തെ പിന്നതിലിരിക്കുന്നവർ, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കർത്താവ്, അതിനുവേണ്ടി കർത്താവ് വൈരാഗ്യ ബുദ്ധിയോട് മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈരാഗ്യ ബുദ്ധിയോട് അതിനുവേണ്ടി ഒരുങ്ങുന്നവർ അവരെല്ലാം സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളം ദൈവശക്തി അവസാദ രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള മരവിപ്പ് രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവിൻ്റെ കരുണ പഠിക്കുന്ന മക്കളും ആവശ്യിക്കട്ടെ, വിവാഹത്തിനായി ഒരുങ്ങുന്ന മക്കൾ ആവശ്യിക്കട്ടെ, ആശ്രയി കിടക്കുന്ന മക്കൾ ആവശ്യിക്കട്ടെ, രോഗികളുടെ മകളിൽ ആവശ്യിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ മനസ്സമാധാനം അനുഭവിക്കട്ടെ. മനസ്സാധനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, പ്രായമായവർ, കുഞ്ഞുങ്ങൾ, മറ്റു മുതിർന്നവർ ആർക്കെല്ലാം സമാധാനം നഷ്ടപ്പെട്ടു, അതിനുള്ള സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഭവനങ്ങളെ കർത്താവിൽ നീ ആശീർവദിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾ ആ ഈശോനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ 4 കൊന്തയില്ലേ, എല്ലാ ദിവസവും 4 കൊന്ത എടുത്ത് എഴുന്നേൽക്കുമ്പോൾ ചെല്ലും, എന്നിട്ട് കുറച്ച് നടക്കുമ്പോൾ പ്രാർത്ഥിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ കുർബാന കയറിയപ്പോൾ കർത്താവ് പറഞ്ഞ് സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ആദ്യം കേൾക്കുകയാണ്, ഇത് സുവിശേഷത്തിൻ്റെ സുവിശേഷം. ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നല്ല രസമാണേ. നമുക്ക് ദൈവത്തിന് നമ്മളെന്തിനാണ് നമ്മൾ പലരുടെയും കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവത്തിന് സഹായം തേടുന്നവരാണ് നമ്മൾ. അതാണ് നമുക്ക് പറഞ്ഞ കുഴപ്പം. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തെ ഓർത്ത് ജീവിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് തോന്നുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന്. അങ്ങനെ തോന്നിയാൽ ദൈവം നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞത് എന്താ അറിയാമോ, സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ എന്താണ് ഈശോ പറയാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സുവിശേഷം വി നോ ഇറ്റ്. പിന്നെ സുവിശേഷം എന്നിട്ട് ഈശോ പറഞ്ഞത് ലുക്ക 10:30 വായിച്ചേ. അടുത്ത ദിവസം അവൻ അടുത്ത ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായ മനുഷ്യനെ, മരണാസനായ മനുഷ്യനെ, മുറിവേറ്റ മനുഷ്യനെ, കള്ളമട കൈയാക്കപ്പെട്ട മനുഷ്യനെ എണ്ണയും പിഞ്ഞും വെച്ച് കെട്ടിയിട്ട് ഇവരെ കൊണ്ട് സത്തത്തിലാക്കത്തില്ലേ. അതിന് അവിടെ കിടന്ന് ഉറങ്ങി അയാളെ സത്തക്കാരന് ഇതിൻ്റെ പരിചരണം ഏൽപ്പിക്കുകയും ചെയ്യും. ഇത് അയാൾ തിരിച്ച് രാവിലെ എഴുന്നേറ്റ് അയാളുടെ ബിസിനസ്സിന് പോകാൻ നേരത്ത് അയാൾ പറയുന്നത് വാക്കാണ് ഈ സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞത്. എന്താണത്? അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ, നല്ല സമരക്കാരൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. അപ്പൊ ഞാനിങ്ങനെ 4 കൊന്ത കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കോൺഫറൻസ് കോളിന് ചുറ്റും നടക്കുന്ന സമയത്തൊക്കെ അമ്മയെ അൾത്താറയിരിക്കണം അമ്മയെ ഞാനിങ്ങനെ ചെരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നാണ് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. സുവിശേഷത്തിൽ ഏറ്റവും വലിയ വാക്കാണ്. എന്നുവെച്ചാൽ നമ്മളോട് ദൈവം പറഞ്ഞ എന്താണ്, നമ്മുടെ കയ്യിൽ വന്ന ഒരാൾ അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന്. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ആൾക്കാർ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് വരത്തില്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പോകുമ്പോഴേ കാണിക്കാതെ നമ്മളവരെ വിടത്തില്ല. പിന്നെന്താ പറയണത്, ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കുഴപ്പം, എന്താ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അതായത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവസ്നേഹം അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവസ്നേഹം കുറച്ച് മാത്രം അബ്സോർബ് ചെയ്യുന്നവരുണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ അവരെ സഹായിക്കും, പക്ഷെ തിരിച്ച് അവർ സഹായിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവൻ്റെ കാര്യം നോക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തന്നെ ഈശോയ്ക്ക് ഉണ്ടായത്. ഈശോ അപ്പായോട് പലപ്പോഴും പറഞ്ഞു, അപ്പാ കുരിശുമരണം വേണ, അപ്പാ
കുരിശുമരണം വേണ്ട. ഞാനിതിൻ്റെ എന്തുമാ ഇഞ്ചിഞ്ചായിട്ടല്ലേ ഞാൻ അപമാനിക്കപ്പെടുകയും സഹിക്കപ്പെടുകയും ചെയ്യണത്. എൻ്റെ ഈ 33-ാമത്തെ വയസ്സിൽ ഐ കാൻ ഇമാജിൻ എന്നൊക്കെ പറയാം. ചോര വരെ വിയർത്ത് ഗെത്സേമനിയിൽ. ഞാൻ പണ്ടൊരു കവിത വായിച്ചിട്ടുണ്ട്. അഗസ്റ്റ് ഐസക് എന്ന് പറഞ്ഞൊരു ഒരു ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജീസസ് ദ റിബൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് വായിച്ചിരിക്കുന്നത്, ഓ ഫാദർ ഓഫ് മാഡ് ലവ്, യു ഹാവ് ലവ്ഡ് മെൻ മോർ ദാൻ യുവർ സൺ. അതായത് ഗെത്സേമനിൽ ഈശോ പ്രാർത്ഥിക്കണേ അപ്പായോട്ട് വഴക്കിടും. ഓ ഫാദർ ഓഫ് മാഡ് ലവ്, ഭ്രാന്തമായി മനുഷ്യനെ സ്നേഹിക്കുന്ന അപ്പ, യു ഹാവ് ലവ്ഡ് യുവർ സൺ യു ലവ്ഡ് മാൻ മോർ ദാൻ യുവർ സൺ. നിൻ്റെ മകനേക്കാൾ കൂടുതൽ നീ മനുഷ്യരെ സ്നേഹിച്ചില്ലേ? അതിൻ്റെ പേരിലാണല്ലോ ഇവൻ ക്രൂശിക്കപ്പെടേണ്ടി വരണത്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഈശോ പിതാവുമായിട്ട് ചില സമയത്ത് ഭയങ്കര ഹോട്ട് ആൻഡ് ഹീറ്റ് ഡയലോഗ് വരും. പക്ഷെ ഒടുവിൽ അപ്പ പറയും, സാരമില്ല, കൂടുതൽ ചിലവാകും. അപ്പ പറയും, ശരി ജീസസ്, ഓക്കെ, കൂടുതൽ ചിലവാകും, അത് നീ തിരിച്ചു വരുത്തല്ലേ, ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ തന്നെ തന്നോളാം. അപ്പ ഇങ്ങനെ പറയുമ്പോഴാണ് ആളെ ബലം പ്രാപിക്കുന്നത്. ആളെ ഉപരി തൻ്റെ മഹത്വം അതിൽ പറയും, എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലെ വാനം മേഘങ്ങളുടെ കൂടെ എഴുന്നള്ളി വരുമ്പോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പ പറഞ്ഞാണ് തിരികെ വരുമ്പോൾ പിന്നെ തിരിച്ച് പോണത് വന്ന പോലെ ആയിരിക്കത്തില്ല. വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആയിരിക്കും പോണത്. എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി കുരിശിലെ നിൻ്റെ കുരിശിൻ്റെ ബലികളിൽ എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി വരുന്നെങ്കിൽ ഐ വിൽ റീഫണ്ട് ഇറ്റ് എന്ന് അപ്പ പറയും. അപ്പ പറഞ്ഞിട്ടാണ് ഈശോ പറയണത്. അപ്പ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും സഹോദരനെ സന്ധിക്കുന്നതിൽ ചിലപ്പോൾ ചിലവാകേണ്ടി വരും, അപ്പോൾ ഐ വിൽ റീഫണ്ട് ഇറ്റ്. ഇവിടെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ചിലവാകും. ഞാൻ മട്ടുത്തെന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെന്താ കൂടുതൽ ചിലവായിട്ട് അങ്ങനെ പറയണേ? ഇവിടുന്ന് എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു, മനുഷ്യൻ ചത്താൽ മതിയാന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യം ഓർക്കണം, കൂടുതൽ ചിലവാകുകയാണ്. എന്താണ് ഇത്? ഭർത്താവ് തരണമെന്ന് നിർബന്ധമില്ല. ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയത് ഭാര്യ തരണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ചിലപ്പോൾ ക്ഷമയാകാം, ചിലപ്പോൾ ദയയാകാം, ചിലപ്പോൾ നന്മയാകാം, ചിലപ്പോൾ വിശ്വസ്തതയാകാം, ചിലപ്പോൾ കൂടുതൽ ചിലവാകും. അപ്പോൾ ആര് തരും? ഞാൻ തിരിച്ചു വരുമ്പോൾ തരും, കർത്താവ് തിരിച്ചു തരും. മക്കളെ വളർത്തുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോഴത്തെ മക്കളെ വളർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% പേർക്ക് നഷ്ടമല്ലേ? കാര്യം അവരുടെ ഒരു സന്ധിപ്പ് നമുക്ക് കിട്ടണില്ലല്ലോ. സന്ധിപ്പ് കിട്ടേണ്ട സമയത്ത് കിട്ടണില്ല. എന്നിട്ട് ഇന്ന് ഒരു അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ക്യാൻസർ രോഗിയായ അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രാർത്ഥിക്കുന്ന ഇടയിൽ പറഞ്ഞു, എൻ്റെ എൻ്റെ മകൻ ദുബായിലാണ്, അവൻ എന്നെ വിളിക്കണില്ലെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു, അയാളെ ആശ്വസിപ്പിച്ച് വിട്ടു, വിളിക്കും തീർച്ചയായിട്ടും. പക്ഷേ അതല്ല, അങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന എന്തുമാത്രം മനുഷ്യരാണ്. മക്കളെ വളർത്തിയിട്ട് കൂടുതൽ ചിലവാകുന്നവരില്ലേ? അപ്പോൾ എത്ര മക്കൾക്കിന് തിരിച്ചു കൊടുക്കാൻ പറ്റും? മക്കൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പ അയ്യോ എൻ്റെ അമ്മ എൻ്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുന്നില്ലേ? ഈ അണ്ണന്മാർ അവർ ജീവിച്ചിരുന്നപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. കൂടുതൽ ചിലവാകും ഉറപ്പാണ്. അത് തിരിച്ചു തരാൻ ഒരാളുണ്ട്. ഇതെല്ലാം ടാലിയാക്കാൻ വേണ്ടി ഒരാളുണ്ട്. അതാരാണ്? നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി ഉയർത്തി നിന്നിട്ടവൻ, നമുക്ക് വീണ്ടും വരാതിരിക്കുന്നവൻ. അവൻ തിരിച്ചു വരുമ്പോൾ ടാലിയാക്കും. പ്രൈസ് ആണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവദർശനത്തിൽ വരുമ്പോൾ നമ്മൾക്ക് സന്തോഷമാണ് തോന്നേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് അതും അതിൻ്റെ അപ്പുറത്തും പരിഹരിക്കാൻ പറ്റുന്ന ഒരിടത്താണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓർക്കുമ്പോൾ സന്തോഷമാണ് തോന്നേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ആരാധനയ്ക്ക് യോഗ്യമാക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ വചനങ്ങള് കൊതിയോടെ കേൾക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എൻ്റെ കർത്താവേ, ആരാധിക്കുവാൻ യോഗ്യതയോടെ ആരാധിക്കുവാൻ ഫലപ്രാപ്തിയോടെ ആരാധിക്കുവാൻ എന്നെ ആരാധനയ്ക്ക് യോഗ്യമാക്കണമേ. എന്നെ ആരാധനയ്ക്ക് യോഗ്യമാക്കണമേ.
മഹത്വം, പിതാവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഇങ്ങനെ ഒരു ആകർഷണം തോന്നിയത്, ഞാൻ സാധാരണ നിങ്ങളോടൊക്കെ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലൊക്കെ സംസാരിക്കുന്നതെല്ലാം ഈ ആഴ്ചകളിൽ കർത്താവ് എന്നോട് സംസാരിച്ചതും എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതും ഞാനതിനെ പിന്തുടർന്നതുമായിട്ടുള്ള വചനങ്ങളാണ്. എല്ലാ വചനത്തിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനാപരമായ ഒരു പിന്തുടർന്ന് പോകും. നമ്മൾ ഏറ്റവും വലിയൊരു ദൈവാനുഭവത്തിൻ്റെ വഴികളെന്ന് പറയുന്നത് നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കർത്താവിന് തോന്നണം. നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നിട്ട് കർത്താവ് നമ്മളെ തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ബൈബിളിൽ. തിരിഞ്ഞു നോക്കും. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ കർത്താവിനെ യോഹന്നാൻ മാന്താന സ്നാപയോഹന്നാൻ പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ യാക്കോബും യോഹന്നാനും ഇങ്ങനെ കർത്താവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴേ കർത്താവ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കാൽപെരുമാറ്റം കേട്ടിട്ട് കർത്താവ് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കും. ആരെയാണ് അന്വേഷിക്കണത്? അപ്പോഴേ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയും, റബി, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ നമ്മളൊരിക്കൽ ദൈവത്തിൻ്റെ താമസ സ്ഥലം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് എക്കാലത്തെയുമുള്ള ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. നീ എവിടെയാണ് താമസിക്കുന്നത്? അതിനാണ് ഈ ബൈബിൾ തുടങ്ങണത്. എന്നിട്ട് പിന്നെ കർത്താവ് ടെമ്പററി ആയിട്ട് താമസിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. കർത്താവ് ആ ടെമ്പററി ആയിട്ട് കുറച്ച് കാലത്തേക്ക് താമസിക്കുന്ന സ്ഥലം അത് കാണിച്ചു കൊടുത്ത് അവരോട് സംസാരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര നല്ല അനുഭവമായിരുന്നു. കാര്യം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ദൈവത്തെ അന്വേഷിക്കും. നിങ്ങൾ ഉടമ്പടിയിലൂടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇതൊരു സന്തോഷകരമായ യാത്രയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വസ്തുവകകളും വിഷയങ്ങളും ഇതിൽ അന്വേഷിക്കുന്നതിന് ഒപ്പം തന്നെ അതിനേക്കാളുപരി ദൈവത്തിൻ്റെ വീട് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാര്യം ബൈബിൾ മുഴുവനും നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വീട് അന്വേഷിക്കാൻ വേണ്ടിയുള്ളവർക്കുള്ള വഴി വിട്ടിട്ടിരിക്കണം നമുക്ക് കാണാം. അത് ഈശോ അവസാനം പറയും, പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് വീട്, ശാശ്വതമായ വീട് അതാണ്. അപ്പം ചോദിക്കണത് ഇങ്ങനെയാണ് ചോദിക്കണത്, നീ എവിടെയാണ് താമസിക്കുന്നത്? അതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞ അവസാനമാണ് ഈശോ പറയണത്. അപ്പം പറയണില്ല. 1:38 യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്
ബൈബിളിൽ ഉടനീളമുള്ള ഒരു അഭിവാഞ്ഛയാണ്. ലോർഡ്, വെയർ യു ആർ ലിവിങ്, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പം അതിന് ഈശോയുടെ ഉത്തരം ഭയങ്കര രസമാണ്. കം ആൻഡ് സീ, വന്ന് കാണുക. അവർ ചെന്ന് കണ്ടു. അവർ കണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ടൈം അവർ നോട്ട് ചെയ്തു. അപ്പോൾ 10 മണിയായിരുന്നു എന്ന്. നമ്മളൊരു ഏറ്റവും വലിയൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ നോട്ട് ചെയ്യും, അല്ലേ? ആ സമയം നോട്ട് ചെയ്യും. അതാണ് ആ സമയം നോട്ട് ചെയ്ത്. അപ്പോൾ 10 മണിയായിരുന്നു. കർത്താവിൻ്റെ വീട് കണ്ടുപിടിച്ച ദിവസം, കർത്താവിനോട് താമസിച്ച ദിവസമൊക്കെ 10 മണിയായിരുന്നു. ഇതുപോലെ തന്നെയാണ് ശരിക്കും നമുക്ക് എപ്പോഴും നമ്മളുടെ ഇത് മനുഷ്യരാശി മുഴുവനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റബി, വെർ ആർ യു ലിവിങ്, എവിടെയാണ് താമസിക്കുന്നത്? ഇതിൻ്റെ ഉത്തരമായിട്ട് ഈശോ ഒത്തിരിയേറെ വചനങ്ങൾ പറയുന്നതും അവസാനത്തെ വചനം എന്താണ്? പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്നിട്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. യോഹന്നാൻ 13:3. യോഹന്നാൻ 13:3. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അപ്പോൾ അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതിന് അവസാനമാണ് ഈശോ പ്രാർത്ഥന ഉത്തരം പറയുന്നത്. ശാശ്വത ഭവനത്തെക്കുറിച്ച്. ഈശോയ്ക്ക് ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും വ്യക്തത ഉണ്ടായിരുന്ന ആൾ ഈശോയാണ്. അതാണ് ഈശോ പറയണത്, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. ഈശോ ഈ കുരിശുമരണമൊക്കെ എല്ലാം ഏറ്റെടുക്കാനുള്ള കാരണം വന്ന സ്ഥലത്തെക്കുറിച്ചും ചെന്നെത്തുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ചും വ്യക്തതയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന എന്ത് വിഷയങ്ങളും നമുക്ക് തരണം ചെയ്യുന്നതിന് പ്രത്യേക ഉത്സാഹവും പ്രത്യേക തൻ്റെ ഇടം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ആധ്യാത്മിക ജീവിതം എപ്പോഴും നൽകേണ്ടത്, കരുപിടിപ്പിക്കേണ്ടത് ഈ നിത്യതയിൽ വളരെ വ്യക്തതയുണ്ടാകണം. ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, എനിക്ക് എത്തിച്ചേരേണ്ട ഇടത്തെക്കുറിച്ച് എനിക്ക് ആഴമായ ബോധ്യവും ആഴമായ വിശ്വാസവും നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, നിത്യതയോടടുപ്പിക്കുന്നു എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും സംഭവിക്കുന്നത് ഈ നിത്യത ഒരാളിന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ദൈവം ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങാം. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് നമ്മുടെ നിത്യത ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിൽ നിന്ന് ഈ ആദ്യം അഡ്വാൻസിൽ നമ്മൾ ചെയ്യണത്, പിന്നെ അതിൻ്റെ പൂർണ്ണമായ വിലയുടെ ഘട്ടം ഘട്ടമായി നമ്മളിന്ന് സ്വീകരിക്കും. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒത്തിരി പേർക്ക് അങ്ങനെയാണ്.
അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അന്തർജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. കാര്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മോശമൊന്നും ഇല്ലെന്നർത്ഥം. ഇപ്പം എല്ലാം നല്ലതാണെന്ന് ഇപ്പം ഒന്ന് ഉൽപ്പത്തി എടുത്തേ, 1:31 എടുത്തേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഉൽപ്പത്തി 1:31 ആ. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. ദൈവം കണ്ടു. അപ്പോൾ ഇതൊരു ആദ്യമേ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പ്രഖ്യാപിക്കും, ഇത് നിങ്ങൾ മോശമെന്നൊന്നും പറയരുതെന്ന് പറയും. ഇപ്പം നമ്മൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോകത്ത് നല്ലതുമുണ്ട് മോശമുണ്ട്. മോശം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനാൽ ദൈവം അത്യധികം ഉയർത്തി, അങ്ങനെ വാക്കില്ലേ, അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പം ദൈവം അവനെ അത്യധികം ഉയർത്തി എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ അതിനാലും എന്തിനാ പറയണത്? അപ്പം അതിനാലും അതിൻ്റെ കാരണം ഉണ്ടെന്ന് അർത്ഥം. കാരണം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അല്ലേ, നമ്മൾ ഫിലിപ്പിയർ 2:6 വായിക്കുമ്പോൾ വായിച്ചത് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ആകയാൽ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം അവിടെ. ഈ ആഴ്ചയിൽ ഈശോ സംസാരിച്ചൊരു വാക്കാണ് ഈ ആകയാൽ. ഡെയിലി ബെഡിൽ ചിലപ്പോൾ ഞങ്ങൾ കേൾക്കും അത്. ആകയാൽ അതിനകത്ത് എന്തുമാത്രം വചനങ്ങളുണ്ട്, അതിൻ്റെ ആ ലിങ്കിനാണ് പ്രാധാന്യം. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പം ദൈവം ഉയർത്താൻ വേണ്ടി ആകയാൽ എന്താണെന്നാണ്, എന്തുകൊണ്ടാണ് ഉയർത്തിയത്? ഒരു കാരണമുണ്ട്. തന്നെ തന്നെ താഴ്ത്തി, അതാണ് അവൻ തന്നെ തന്നെ താഴ്ത്തി. ഇപ്പം നമ്മൾക്ക് വരുന്ന ഈ പ്രൊമോഷൻ ആൻഡ് ഡീപ്രൊമോഷൻ, ഈ ഡീപ്രൊമോഷൻ എന്നും പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല, ബൈബിളിലില്ല. പ്രോസസ് ഓഫ് പ്രൊമോഷനാണ് ഉള്ളത്. ഡീപ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താത്തിക്കെട്ടുക എന്നും പറഞ്ഞ് ഒരു സംഭവം ബൈബിളിലില്ല. ഉയർത്തിക്കെട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അത് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉയർത്തിക്കെട്ടാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത്. അതാണ് ആകയാൽ പറയണത്. അത് നിസ്സാരവാക്കല്ല. നമ്മുടെ എല്ലാ താഴ്ചകൾക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. അതാണ് നല്ലതാണെന്ന് ഞാൻ പറയാൻ കാര്യം. ഇപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ പോയി, വിസ കിട്ടിയില്ല, അന്ന് നിശ്ചയിച്ചൊരു കല്യാണം പോയി എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ആൾക്കാരാണ് ചങ്ക് പൊട്ടി ഇവിടെ വരണത്. ഇപ്പം ഞാൻ അവരെ 2 തട്ടൊക്കെ തട്ടി കാര്യം പറഞ്ഞു വിടും. എന്താ കാര്യം? എടാ ഇതെന്ന് വെച്ചാൽ ഇതിന് താത്തിക്കെട്ടലല്ല, ശരിക്കും നിന്നെ ഉയർത്താനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ശരിക്കും ചില തടസ്സങ്ങൾ വരണത്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി മോഹിച്ചും കൊതിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ താത്തിക്കെട്ടുകയാണ്. ശരിക്കും നമ്മൾ ഓർക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞു. എന്നാ ചേട്ടത്തിൻ്റെ പേര്? രാജി വർഗീസ്. അവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹെവി ബ്ലീഡിങ്, പിന്നെ കരിമ്പാറ പോലെയുള്ള അരിമ്പാറകൾ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. താത്തിക്കടലല്ലേ ശരിക്കും, അല്ലേ? അത് അവർ അപ്പോൾ സങ്കടമായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? ഉടമ്പടി എടുത്തിട്ട് എന്താണ് കർത്താവ് ഇങ്ങനെ സംഭവിച്ചത്? അവരുടെ സാക്ഷ്യം പറയുന്നുണ്ട്. അവരുടെ ചോദ്യം അങ്കലാപ്പ് ഇതാണ്:
ഞാൻ മാതാവിനോട് ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ടും എന്താണ് മാതാവ് എനിക്കെന്താണ് ഇങ്ങനെ വന്നതെന്ന്. അത് അവർ മാത്രം ചോദിക്കണമല്ല, ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്താണ് ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് മാതാവേ ഇങ്ങനെ വന്നത്? കാര്യം എന്താണ്? ഹെവി ബ്ലീഡിംഗ് ആണ്. ലേഡീസിന് കാര്യങ്ങളറിയാം. എത്രയോ ആഴ്ചകൾ നിൽക്കുന്ന ബ്ലീഡിംഗ് ആണ്, സഹിക്കാൻ പറ്റണില്ല. അത് അവർക്ക് മടുത്ത ജീവിതം. എന്നാൽ അവർ സഹിക്കിട്ട് ദൈവത്തോട് ചോദിക്കുന്നതാണ്, ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് കർത്താവേ മാതാവേ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ അവൾ മടുത്ത്. പിന്നെ അരിമ്പാറ എന്നൊക്കെ പറഞ്ഞത് അത് പോകുന്നില്ല. ഇങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലുന്തിയ പോലെയൊക്കെ നിൽക്കണം, കണ്ണിലൊക്കെ. എന്തൊരു കഷ്ടമാണ്. പക്ഷെ ഇവരുടെ ഒരു ഫെർവൻസ് എന്ന് പറയണത് ഇങ്ങനെ താത്തിക്കെട്ടണ പോലെ അവർക്ക് തോന്നും. ഉടമ്പടി എടുത്തിട്ടും അവർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ ഇവർക്കുള്ളൊരു ഗുണം, ഇവർ ഇത്രയും വരുന്ന ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും അവിടെ ഉടമ്പടി പ്രയോഗങ്ങളിൽ ഭയങ്കര സ്പിരിറ്റഡാണ് അവർ. അതാണ് അതിൻ്റെ രസം. ഇത് അവർ പത്രം കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ ജനങ്ങളെ ഉടമ്പടിയെക്കുറിച്ച് പറയണതും അവരെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൃപാസനത്തിൽ എത്തണതും, ഇവർ ആ കാര്യങ്ങൾക്ക് ഇങ്ങനെ ദൈവത്തോട് അങ്കലാപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ അവർ കുറച്ചുകൂടി മുമ്പത്തെക്കാളും മെച്ചമായി. അത് വസ്തുതൊരു നല്ല നടപടിക്രമമാണെന്ന് തോന്നണേ. കാര്യം നമുക്ക് ഫലത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ടെസ്റ്റിംഗ് കേസൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ അത് ഇട്ട് കളയും. ഉടമ്പടി എടുത്തതിനേക്കാൾ ഇപ്പോൾ മുമ്പ് എടുക്കണതിന് മുമ്പ് ഇതിനേക്കാൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നത്, ഇപ്പോൾ എടുത്തപ്പോൾ പിന്നെയും സമാധാനം പോയില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ അതിനകത്ത് മങ്ങി അവർ പിന്നെ അത് സ്റ്റോപ്പാക്കി വരും. അപ്പോൾ ഈ ചേട്ടത്തി അങ്ങനെയല്ല. ഈ ചേട്ടത്തി ഇങ്ങനെ മാതാവിനോട് പറയണത് ആ ബന്ധത്തിൻ്റെ പേരിൽ പറയണതാണ്. അങ്ങനെ പറയാനുള്ള ഒരു സ്വകാര്യമായ ബന്ധം ദൈവമായിട്ട് അവർക്കുണ്ട്. അതിൻ്റെ പേരിലുള്ള അവർ പറയണതാണ്, അല്ലാതെ നമ്മളെ നിരാശ കൊണ്ട് പറയണതല്ല. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് പറയണത്, അവരുടെ സാക്ഷ്യം ഈ രജീസ് വർഗീസിൻ്റെ സാക്ഷ്യം, രാജീസ് വർഗീസിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആണ് നമ്മളുടെ ഒടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ നാമം നമ്മൾ വഹിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ ബ്രാൻഡ് ചെയ്യും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുള്ളായിട്ട് വരും. ബ്രാൻഡഡ് ഫെയ്ത്ത്ഫുൾ. ഇത് ഇവരിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയിൽ ഇവർ നാട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ പോകും. തൃശ്ശൂരിൽ നിന്ന് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഈ പത്രം കൊണ്ട് പോകണതാണ്. ഒരിക്കലും ഒരു കെട്ട് പത്രം പെൻസിൽ കൊടുത്തിരുന്ന ആൾ, അപ്പോൾ ഇവർ കൊടുക്കുന്ന പത്രം ആൾക്കാർ വലിച്ചെറിഞ്ഞ് ദൂരക്കളയും. കാര്യം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പത്രം കാണുമ്പോൾ, ചിലർക്ക് കലി കയറും. അവർ ബസ്സിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയും പത്രം. അപ്പോൾ ഉടനെ ഇവർ കണ്ടക്ടർ കൊണ്ട് മണിയടിപ്പിച്ചിട്ട് ബസ് നിർത്തിച്ചിട്ട് പോയി ആ പത്രം എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതായത് ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പറച്ച് കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസമില്ലെന്ന്. പക്ഷേ അത് ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും കൊണ്ട് അവരങ്ങനെ പറയണതാണ്. പക്ഷേ ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അവർ ഒരു മാറ്റവും വരുത്തണില്ല. അങ്ങനെ വന്ന് തൃശ്ശൂർ വരെ ഓരോ വണ്ടിയിൽ ഇങ്ങനെ മാറി കയറുമ്പോൾ ഇപ്പോൾ 10 കെട്ട് പത്രമാണ് ഇവർ കൊടുക്കണത് ആൾക്കാർക്ക്, പറഞ്ഞ് കൊടുക്കണത്. എന്നിട്ട് ഇവർ പറയണതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദിവസം ഇവർ ഇവിടെ ഇപ്പോൾ ദൈവത്തിരുസന്നിധിയിൽ ഇവർ ബ്രാൻഡഡായി. അത് ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ദൈവമാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യുകയും, അത് കർത്താവിനെ പോലും ടെസ്റ്റ് ചെയ്തില്ലേ. ഈ മനുഷ്യരൂപത്തിലായി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദൈവം തന്നെയാണോ ഇതിൻ്റെ ലക്ഷ്യം, അതോ നമുക്ക് വേറെ വല്ല ലക്ഷ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജെനുവിറ്റി പരിശോധിക്കും. ഇപ്പോൾ ജെനുവിറ്റി അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ മനുഷ്യന്മാരുടെ കൂടെ അടുക്കണ പോലെ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല. അടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ സത്യമായിരിക്കണം കാര്യങ്ങൾ. സത്യമല്ലെങ്കിൽ ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഇട്ടച്ചും പോണത് വരെ. കാര്യം ഈ കള്ളനാണയങ്ങളൊന്നും ദൈവം സൂക്ഷിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ കളയും.
കാരണം വൈദ്യപഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ വിനിയോഗിച്ച് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം ഇങ്ങനെ കാര്യമൊക്കെ ഇട്ട് നടക്കുന്ന കുറേ സംഭവത്തിനെ കുറച്ച് കഴിയുമ്പോൾ ദൈവം കളയും. കാരണം ദൈവത്തെ സംബന്ധിച്ചോളം അതായത് ജെനുവിനായിരിക്കണം ആൾ. എന്നുവെച്ചാൽ ദൈവത്തിനും നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല പ്രാധാന്യം. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ ഭർത്താവിൻ്റെ വെള്ളമടി മാറുക, നിങ്ങളുടെ വീട് വയ്ക്കുക, അപ്പം നിങ്ങളുടെ ഓരോ കാര്യമല്ലേ. അപ്പം അതിൻ്റെ അകത്ത് ദൈവത്തിനൊരു കാര്യമൊന്നും ഇല്ലല്ലോ. അതാണ് വിഷയം. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ കളയും. അങ്ങനെ ഒരാളെ കീപ്പ് ചെയ്യത്തില്ല. അതെപ്പോഴും നമ്മൾ ഇതിൻ്റെ അപകടമാണ്. ദൈവം സത്യസന്ധമായ ദൈവമായിട്ട് നമുക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസ്ക് എന്ന് പറയണം. ഉടമ്പടിയുടെ റിസ്ക് എന്ന് വെച്ചാൽ ഉടമ്പടിയേക്കാൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഇല്ല. പക്ഷേ ഉടമ്പടിയുടെ റിസ്ക് എന്ന് പറയണത് നമ്മൾ ജെനുവിനാണെന്നുള്ള കാര്യം ദൈവത്തെ ബോധ്യപ്പെടുത്തിയെടുക്കുന്നതാണ്. അതെൻ്റെ മക്കൾ ആദ്യമേ ചെയ്ത കുറച്ച് നേരത്തെ എല്ലാം നേരെയാവും. ആദ്യമേ തന്നെ ഇത് കാര്യം കാണാൻ വേണ്ടിയല്ല, ദൈവത്തിനെ കൂടി സ്നേഹിച്ചിട്ട് ദൈവത്തിനെ കൂടി ലോകത്തിന് കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് ലോകത്തിന് കൈമാറാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയാണെന്ന് കൂടി ദൈവത്തിന് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം. ഈ ചേടത്തിൻ്റെ പരിപാടി അതാണ്. അവരുടെ കാര്യങ്ങളൊന്നും നടക്കണില്ല, പക്ഷേ ദൈവത്തിന് അവർ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ അവർക്ക് നല്ല ബ്ലീഡിങ്ങാണ്. ഈ ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾ വണ്ടിയെ കയറി പത്രം കൊണ്ടു കിടക്കുന്ന ഭയങ്കര ടെസ്റ്റ്. ആ ടെസ്റ്റിൽ അവർ ജയിച്ചതിൻ്റെ അകത്ത് ജയിച്ചപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വന്ന് ഇത് സഹിക്കാൻ പറ്റാത്തപ്പോൾ ഇവിടെ വന്ന് അൾത്താരെ വന്ന ശേഷം പറഞ്ഞു ഇങ്ങനെയാണ് സഹിക്കാൻ പറ്റാത്ത ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സൈത്താണ്, കർത്താവിൻ്റെ തൈലമാണ്, ഇത് ബാത്റൂമിൽ പോയി വേറെ ഒരു കുരിശിട്ടേക്കാൻ പറഞ്ഞു. അവരുടെ സാക്ഷ്യം എന്ന് അറിയാമോ? ആ സെക്കൻഡ് സ്വിച്ചിട്ട ഒരു സംഭവം നിൽക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകണത് ഇത്രയേ ഉള്ളെന്നല്ല. അവിടെ അച്ഛൻ്റെ റോളല്ല. ഇവർ ദൈവത്തിന് വേണ്ടി ഇത്രയും നാൾ ഇങ്ങനെ ഈ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അവർക്ക് ശരിക്കും കുരിശും സങ്കടമൊക്കെ വന്നിട്ടും ഇവരിങ്ങനെ ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കുരിശെ പിടിച്ച് കിടക്കുകയും പോണില്ല. അപ്പോൾ ദൈവത്തിന് അവരുടെ ജെനുവിനിറ്റി മനസ്സിലായി. എൻ്റെ മക്കൾ, ഇത് തന്നെയാണ് ഉടമ്പടിയുടെ ഒരു ഉൾക്കാമ്പ് എന്ന് പറയണത്. അത് ഉടമ്പടി അല്ല, എന്ത് ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ആദ്യമേ ഉള്ള ഒരു റിസ്ക് ആദ്യം കവർ ചെയ്താൽ പ്രശ്നം തീർന്നു. എന്താണ്? നമ്മൾ ജെനുവിനാണെന്നുള്ളത് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അത് ഒരു ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്താം, ഒരു കൊല്ലം കൊണ്ടും ബോധ്യപ്പെടുത്താം. ചില ആൾക്കാർക്ക് ഒരു കൊല്ലം കൊണ്ടേ ബോധ്യപ്പെടുത്തത്തുള്ളൂ, ചിലർ ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തും. അപ്പം നമ്മൾ ജെനുവിനാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ പിന്നെ ഇതിൻ്റെ റിസ്ക് തീർന്ന്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാനും നീയും തമ്മിലുള്ള റിലേഷൻസ് കലർപ്പും കാപട്യവുമില്ലാത്ത വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധമായി തീരുവാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു